ഡിസംബർ 1 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ എലീജ്യൂസ്, വിശുദ്ധ അജരിക്കൂസ്, വിശുദ്ധ അനാനിയസ്, വിശുദ്ധ അൻസനൂസ്, വിശുദ്ധ കാന്ത്രസ്, വിശുദ്ധ കാസ്ട്രീഷ്യൻ. വിശുദ്ധ എലീജ്യൂസ് 590-659 കാലഘട്ടത്തിലാണ് വിശുദ്ധ എലീജ്യൂസ് ജീവിച്ചിരുന്നത്. ഫ്രാൻസിൽ ലിമോജസ് എന്ന പ്രദേശത്താണ് എലീജ്യൂസ് ജനിച്ചത്. ഭക്തരായ മാതാപിതാക്കന്മാർ മകനെ ദൈവഭക്തിയിലാണ് വളർത്തിക്കൊണ്ടുവന്നത്. സ്വർണ്ണപ്പണിക്ക് അതീവ സമർത്ഥനായിരുന്നു ഈ യുവാവ്. മതഭക്തിയും സ്വഭാവ നൈർമല്യവും അദ്ദേഹത്തിൻ്റെ പ്രശസ്തി അത്യധികം വർദ്ധിപ്പിച്ചു. ദേവാലയത്തിലെ പ്രാർത്ഥനകളും പ്രസംഗങ്ങളും അദ്ദേഹം ഒരിക്കലും ഉപേക്ഷിച്ചിരുന്നില്ല. പാരീസിലെ ക്ലോട്ടയർ ദ്വിതീയൻ രാജാവ് സ്വർണവും രത്നക്കല്ലും കൊണ്ട് അലങ്കരിച്ച ഒരു കസേര ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു. രാജാവ് കൊടുത്ത സാമഗ്രികൾ കൊണ്ട് എലീജിയൂസ് 2 കസേര ഉണ്ടാക്കി. സന്തുഷ്ടനായ രാജാവ് അദ്ദേഹത്തെ സ്വർണ്ണഖനികളുടെ നേതാവായി നിയമിച്ചു. പല വിശുദ്ധന്മാരുടെയും കുഴിമാടങ്ങളും തിരുശേഷിപ്പുകളും അദ്ദേഹം അലങ്കരിച്ചു. ജോലി ചെയ്യുമ്പോൾ കൂടി ഏതെങ്കിലും സദ്ഗ്രന്ഥം എലീജിയൂസ് വായിച്ചിരുന്നു. ആദ്യകാലങ്ങളിൽ കൊട്ടാരത്തിൽ വെച്ച് രോമച്ചട്ടയുടെ മീതെ വിശേഷ വസ്ത്രങ്ങൾ ധരിക്കുമായിരുന്നു. പിന്നീട് അവയെല്ലാം ദരിദ്രർക്ക് കൊടുത്തു. കൊട്ടാരത്തിലെ പ്രലോഭനങ്ങൾക്കൊന്നും അദ്ദേഹം വശംവദനായില്ല. ചിലപ്പോൾ 2-3 ദിവസം തുടർച്ചയായി അദ്ദേഹം ഉപവസിച്ചിരുന്നു. ദരിദ്രരെ സഹായിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിനിവേശം. അടിമകളെ വിൽക്കുന്നുവെന്ന് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹം പണം കൊടുത്ത് അവരെ സ്വതന്ത്രരാക്കിയിരുന്നു. അങ്ങനെ വിശുദ്ധ എലീജിയൂസ് സ്വതന്ത്രരാക്കിയ അടിമകളിൽ ഒരാളാണ് വിശുദ്ധ തോ. എലീജിയൂസ് അന്മായനും സ്വർണ്ണപ്പണിക്കാരനും മാത്രമായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും സുഹൃതവും പരിഗണിച്ച് നോയനിലെ മെത്രാനായി അദ്ദേഹത്തെ ഉയർത്തി. എങ്കിലും 2 കൊല്ലം ഒരുങ്ങി 640 വൈദിക പട്ടം സ്വീകരിച്ചതിന് ശേഷം മാത്രമാണ് മെത്രാഭിഷേകത്തിന് സമ്മതിച്ചത്. പുതിയ ജീവിത അന്തസ്സിൽ ഉപവാസവും ജാഗരണങ്ങളും അദ്ദേഹം വർദ്ധിപ്പിച്ചു. എളിമയിലും ദാരിദ്ര്യാരൂപിയിലും പ്രാർത്ഥനയിലും പ്രായശ്ചിത്തത്തിലും ദിനം പ്രതി അദ്ദേഹം മുന്നേറിക്കൊണ്ടിരുന്നു. അങ്ങനെ തൻ്റെ 71-ാമത്തെ വയസ്സിൽ 659 എലീജിയൂസ് ലോകത്തോട് യാത്ര പറഞ്ഞു. ദരിദ്രരെ സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് എളിമയുടെ ജീവിതം നയിച്ച് വിശുദ്ധനായ വിശുദ്ധ എലീജിയൂസെ, ലോകത്ത് ദാരിദ്ര്യം അനുഭവിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടിയും പിതാവായ ദൈവത്തോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.